ശക്തികളുമായി ആ ചൂഷണ വ്യവസ്ഥയുമായി ഇന്ത്യയിൽ വളർന്നു വരുന്ന മുതലാളിത്തം സന്ധി ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വിശ്വാസി നിർവഹിക്കേണ്ടുന്ന നാടുവാണിത്തത്തെയും അതിൻ്റെ അവശിഷ്ടങ്ങളെയും പൂർണ്ണമായി തകർക്കുക എന്ന മുതലാളിത്ത വിപ്ലവത്തിൻ്റെ ചുമതല കൂടി ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഏറ്റെടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇതുമായി കൈകോർത്തു നിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുമെതിരായി എല്ലാ ശക്തികളെയും തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വങ്ങളെല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ ജനകീയ പാർട്ടിയുടെ മുമ്പിലുള്ള ഇന്നത്തെ ചുമതല, മഹത്തായ ചുമതല, ദൗത്യം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന പാർട്ടിയാണ്. അതിന് നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് കഴിയേണ്ടതാണ്. ഇവിടെ അതാണ് പ്രധാനമായി പാർട്ടി വിധേയമാക്കേണ്ട ഘടകം. ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അതിന് കീഴിലുള്ള ബ്രാഞ്ചുകൾ ഈ ഏരിയയിൽ നമുക്ക് ഈ ചുമതല പാർട്ടിയുടെ സ്വതന്ത്രമായ നമുക്ക് ഈ ചുമതല നിറവേറ്റാനുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ ബലപ്പെടുത്തുന്നതിന് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനയ്ക്ക് വിധേയമാകേണ്ട ഭാഗം. അതിന് നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 3 വർഷത്തിന് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ നമുക്ക് വന്നു ചേർന്ന ദുർബലതയിലാണ് എവിടെയെല്ലാമാണ് ഈ ചുമതല നിറവേറ്റുന്നതിന് നമ്മുടെ പാർട്ടി സഖാക്കളെയും പാർട്ടി ഘടകങ്ങളെയും പ്രാപ്തമാക്കുന്നതിന് ഏതെങ്കിലും സംഘടനാപരമായ ദുർബലതകളോ തെറ്റായ പ്രവണതകളോ എവിടെയെങ്കിലും കുടികൊള്ളുന്നുണ്ടോ പാർട്ടി ശൈലി അതെല്ലാം ഇല്ലാതാക്കി, അതെല്ലാം പരിഹരിച്ച് പാർട്ടിയെ ഒറ്റ മനസ്സാലെ ശക്തിപ്പെടുത്തി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എങ്ങനെ പുതിയ സാഹചര്യം അതിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കണം ഈ സമ്മേളനത്തിന്റെ 2 ദിവസത്തെ പരിശോധനയും. അതിന് അത്തരമൊരു പരിശോധനക്ക് സഹായകരമായ വികാസങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഹ്രസ്വമായ ഒരു വിശദീകരണം മാത്രമാണ് ഉദ്ഘാടന പ്രസംഗം. ഇവിടെ സാർവദേശീയ മേഖലകളെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻ ശിഥിലമായത്, സോഷ്യലിസ്റ്റ് ചേരി ദുർബലമായത് എന്ന് നമുക്കറിയാം. അധിപത്യത്തിന് യഥാർത്ഥത്തിൽ വഴി തുറക്കപ്പെട്ട മേധാവിത്വ ശക്തിയായി അമേരിക്കക്ക് എല്ലായിടത്തും ഒരുപോലെ ഇടപെടാൻ കഴിയുമായിരുന്നില്ല. 91-ന് ശേഷം വന്ന ഈ സവിശേഷ സാഹചര്യത്തിലാണ് മേധാവിത്വത്തിനാക്കം കൂടിയത്. സാഹചര്യം പരിശോധിച്ചാൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ലോകമേധാവിത്വം വെട്ടിപ്പിടിക്കാനുള്ള നീക്കങ്ങൾക്കെതിരായി ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പുകൾ എല്ലായിടത്തും ഏറ്റക്കുറച്ചിലൂടെ ശക്തിപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാനാകും. അമേരിക്കയുടെ നാണയം ഡോളറാണ്. ആ ഡോളറിന്റെ ആധിപത്യത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക നീക്കങ്ങൾ വളരെ ശക്തമായ നിലയിൽ ലോകത്ത് ഇന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കക്കെതിരായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ചെറുതും വലുതുമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെ ലോകത്താകെയുള്ള ലോകസമ്പത്തിന്റെ ഏതാണ്ട് 70%, 69%-ലേറെയും ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന സമ്പന്ന രാജ്യങ്ങളുടെ കൈവശമാണ് എന്നതാണ് ഒരു സവിശേഷത. അമേരിക്കയുടെ ഒരു പ്രത്യേകത, അമേരിക്കയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് അവരുടെ ലോകമേധാവിത്വം വെട്ടിപ്പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആയുധക്കച്ചവടം ശക്തിപ്പെട്ടാലേ വിവരപ്പെട്ടാലേ അമേരിക്കക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് പരിശ്രമിക്കുന്നത്.